ചൈന ഇറാന് വൻതോതിൽ പ്രതിരോധ സംവിധാനങ്ങൾ നൽകി എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. പല ഘട്ടങ്ങളിലായി ഇറാന്റെ ആകാശത്തിലൂടെ ചൈനയുടെ കാർഗോ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നിരീക്ഷിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മനസ്സിലാകാത്ത തരത്തിലാണ് അവരുടെ യാത്രാ രീതികൾ എന്നുള്ളതും കൃത്യമാണ്. ചിലതൊക്കെ റഡാർ സംവിധാനങ്ങളിൽ പെടാത്ത രീതിയിലും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഏറെക്കുറെ ഇറാന്റെ അതിർത്തിയോട് ചേരുന്ന സമയത്ത് വിമാനങ്ങൾ കാണാതാകുന്ന രീതിയാണ് പല ഘട്ടങ്ങളിലും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ ചൈനയുടെ കാർഗോ വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൈനിക വിമാനങ്ങൾ ഇവയെല്ലാം ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അഥവാ ഇപ്പോൾ മുൻപത്തെ പോലെയല്ല ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ. പല വിമാനങ്ങളും പല യുദ്ധവിമാനങ്ങളും ഇറാന്റെ ആകാശത്ത് വെച്ച് അപ്രത്യക്ഷമാവുകയോ തകർക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. അതിൽ ഡ്രോണുകളും മിസൈലുകളും ഉണ്ട് എന്ന് പറയുന്നു. നിരീക്ഷണ പറക്കലിന് വേണ്ടി അമേരിക്ക തൊടുത്തു വിടുന്ന പല ഡ്രോണുകളും പിന്നീട് തിരിച്ചെത്താറില്ല എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ആകാശത്ത് വെച്ച് തകർക്കപ്പെടുകയാണ്. ഇത് തകരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടിയിട്ട് 2025-26 കാലഘട്ടത്തിൽ രൂപകൽപ്പന ചെയ്ത ചൈനീസ് നിർമ്മിതമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം പല ഘട്ടങ്ങളിലായി ഇറാന് നൽകിയിട്ടുണ്ട്. അത് യാത്രാ വിമാനങ്ങളിലെ ലഗേജ് ഏരിയകളിൽ പോലും നൽകാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു രാജ്യവും തമ്മിലുള്ള ബന്ധമായതുകൊണ്ട്, ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അമേരിക്കയിൽ ഇതിൽ ഇടപെടാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു നിരാശയും അമേരിക്കയുടെ മുഖത്തുണ്ട്. കാര്യം ചൈന എന്ന് പറയുന്ന ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ്. അതിനെപ്പോലും ഭയപ്പെടുത്തി നിർത്താൻ വേണ്ടി പല ഘട്ടങ്ങളിലും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ ആഭ്യന്തര വിഷയം പോലും കൈകാര്യം ചെയ്യുന്നത് പല ഘട്ടങ്ങളിലും അമേരിക്കയാണ്. അമേരിക്ക അത് കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ചൈനക്കെതിരെ എന്തൊക്കെ നടപടികൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതെല്ലാം വളരെ കൃത്യതയോട് കൂടിയിട്ട് അവർ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇറാനുമായിട്ട് വിഷയങ്ങൾ വരുന്നത്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നതോടുകൂടി ലോക രാജ്യത്തിന് മുൻപിൽ തന്നെ അമേരിക്ക നാണം കെട്ടുപോയി. ഇറാന് ശേഷം ക്യൂബ എന്ന ഒരു പരാമർശം പോലും ട്രംപ് നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് അതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. രണ്ട് തരത്തിലായിരുന്നു പറഞ്ഞത്. വെനിസുലയ്ക്ക് ശേഷം ഇറാന് ശേഷം ക്യൂബ. വെനിസുല ഏറെക്കുറെ അവരുദ്ദേശിച്ച തരത്തിലോ അതല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിലോ അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു. അത് അയാളിപ്പോൾ ന്യൂയോർക്കിൽ വിചാരണയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വരുന്നത്. അയാൾ ഭാര്യയും. അപ്പോൾ അതിന് വലിയ എതിർപ്പ് കാര്യങ്ങളൊന്നും വെനിസുലയുടെ ഭാഗത്തുനിന്ന് മുൻപോ അല്ലെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്തതിന് ശേഷമോ ഉണ്ടായിട്ടില്ല. വൈസ് പ്രസിഡന്റിന് സ്ഥാനം നൽകി അത് അമേരിക്കക്ക് ഏറെക്കുറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം, വെനിസുലൻ രാഷ്ട്രീയം അതോടുകൂടി അസ്തമിച്ചു എന്നുള്ളത് കൃത്യമാണ്. പിന്നീട് അതിന് ശേഷം വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാനിൽ 2025 അക്രമത്തോടു കൂടി ഒരു തലം സൃഷ്ടിക്കപ്പെട്ടു. പിന്നീട് രണ്ടാമത്തെ തലം എന്ന് പറഞ്ഞാൽ 2026 ഫെബ്രുവരി 28 കൂടി അതിഭയാനകരമായിരിക്കുന്ന ആക്രമണം അന്നത്തെ ദിവസം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ നടത്തി. ആ നടത്തിയിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായി അടക്കമുള്ള നേതാക്കൾ കൊല്ലപ്പെടുന്നത്. അത് അവർ രണ്ടുപേരും ഒരാൾ മാത്രമല്ല കൊല്ലപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഏകദേശം ഒരു ഡസനോളം ആളുകൾ അതിനോടനുബന്ധിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ആക്രമണ രീതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അമേരിക്കയുടെ രാഷ്ട്രീയത്തിലും അവർ ചെയ്തത് വലിയ മണ്ടത്തരമായി പോയി എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോയത്. പിന്നീട് ഈ മേഖല നിയന്ത്രിക്കുക എന്നുള്ളത്, ഈ മേഖല നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യമായ രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമായിട്ട് മാറി. പിന്നീട് നടന്നിരിക്കുന്ന യുദ്ധവും അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ സ്ഥിതികളൊക്കെ നമ്മൾക്ക് കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ്. ഇപ്പോൾ ഇറാൻ്റെ രാഷ്ട്രീയവും അതോടനുബന്ധിച്ചുള്ള
ചൈനയുടെ രാഷ്ട്രീയം. ഇത് രണ്ടും വളരെ കൃത്യമായ രീതിയിൽ പഠിക്കേണ്ടതാണ്. അത് മനസ്സിലാക്കാൻ മാത്രമുണ്ട്. ഏകദേശം 90% പെട്രോളും, അതായത് ചൈന ഉപയോഗിക്കുന്ന പെട്രോളും ഇറാൻ നൽകുന്നതാണ്. സാമ്പത്തിക ഉപരോധം എല്ലാ കാലത്തും അമേരിക്കയുടേത് ഇറാൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ ഈ എണ്ണ വിൽക്കുന്ന കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് വിറ്റുകൊണ്ടേയിരിക്കുന്നത്. ബ്ലാക്കായിട്ട് അല്ലെങ്കിൽ ഇറാൻ്റെ കപ്പലല്ലാതെ മറ്റ് കപ്പലൊക്കെ ഓടിച്ചു, അല്ലെ പാകിസ്ഥാൻ്റെ കടൽ തീരത്തോടൊക്കെ പല രീതിയിൽ അത് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാന് അവരുടെ ജീവനാഡിയാണ്. നിലനിൽക്കുക എന്നുള്ളത് നിർബന്ധമായി മറ്റാരെക്കാണേയും ആവശ്യം അത് ചൈനക്കാണ് എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോൾ ഇറാൻ നേരെ നടത്തിയിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ നിർമ്മിതി വളരെ കുറവാണ് ലോകാടിസ്ഥാനത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത്. എന്നാൽ പ്രത്യാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മിസൈൽ നിർമ്മിതിയും സംവിധാനം ലോകത്ത് ഏറ്റവും വലുതായിട്ട് കുറ്റമറ്റ രീതിയിലാണ് അവരുടെ നിർമ്മിതികൾ. 1ാം സ്ഥാനത്തേക്ക് വേണമെങ്കിൽ അതുപോലും മിസൈൽ നിർമ്മാണ രംഗത്തും അത് പ്രയോഗ രംഗത്തും അതിൻ്റെ നാശനഷ്ടങ്ങൾ മറ്റ് ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്നതിലും ഇറാൻ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. പക്ഷേ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എങ്ങനെയാണ്? യുദ്ധവിമാനങ്ങൾ കടന്നു കയറിയിട്ടാണ് പല ഘട്ടങ്ങളിലും ഇറാനെ ആക്രമിക്കുന്നത്. എന്നാൽ ഇറാൻ്റെ ഒരു യുദ്ധവിമാനം അമേരിക്കയുടെ ഏതെങ്കിലും സൈനിക ബേസ് കേന്ദ്രീകരിച്ചോ ഇസ്രായേലിലേക്കോ പ്രവേശിച്ചുകൊണ്ട് ആക്രമണം നടത്തിയ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, യുദ്ധവിമാനങ്ങൾ ഇറാനിൽ കുറവാണ്. അതല്ലെങ്കിൽ യുദ്ധവിമാനം ആക്രമിച്ച് തകർക്കാൻ മാത്രം പാകത്തിലുള്ള സംവിധാനങ്ങൾ ശത്രുപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് എന്നതാണ്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ വീര്യവും ആക്രമണത്തിനുള്ള ധീരതയും ഉള്ള രാജ്യമാണ് ഇറാൻ. അത് പല ഘട്ടങ്ങളിൽ അവർ തെളിയിച്ചതാണ്. പ്രതിരോധ രംഗത്ത് അവർ പരാജയപ്പെടുകയാണെങ്കിൽ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ചൈന അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യും. അപ്പോൾ 2 തലത്തിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? അമേരിക്കയെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഭരണ സംവിധാനങ്ങൾ താഴെ വീഴുന്ന ഒരു സാഹചര്യങ്ങൾ വന്നാൽ, അത്തരമൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇറാൻ്റെ ചൈനയുടെ ഭാവിയെ പോലും അത് സാരമായിട്ട് ബാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോളിയം പിന്നീട് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഏറ്റെടുക്കുന്ന സ്ഥിതി വന്നാൽ ചൈനയെ സാമ്പത്തിക രംഗത്തും അവരെ പ്രതിരോധ രംഗത്തും തളക്കാൻ വേണ്ടി സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല വൻതോതിൽ അവിടെ പണപ്പെരുപ്പം ഉണ്ടാവും, സാമ്പത്തിക തകർച്ച ഉണ്ടാവും, രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം ഇടിയും. ഒരുപാട് പ്രശ്നങ്ങൾ ഇറാൻ്റെ വീഴ്ചയോടുകൂടി ചൈനക്കുണ്ടാകും എന്നുള്ളത് ചൈനക്കും അറിയാവുന്നതാണ്. അപ്പോൾ അമേരിക്കയെ പോലെയുള്ളൊരു സൂപ്പർ പവറുള്ള രാജ്യവുമായി 2-3 മാസമായി, 3 മാസമല്ല ഏകദേശം 5 മാസത്തോളമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർ അജയ്യ ശക്തിയായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. പ്രതിരോധ രംഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രവൃത്തി അവർ ചെയ്യുന്നു. പ്രതിരോധ രംഗത്ത് ചൈന സഹായിക്കുന്നു, യുദ്ധരംഗത്ത് ഇറാൻ രംഗത്തിറങ്ങുകയും ചെയ്യുന്നു. ഈ 2 സംഭവങ്ങളാണ് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് പലതരത്തിലും ഇതിനെ നിരീക്ഷിക്കാനുള്ള അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളൊക്കെ പറന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഈ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട 2-ലധികം ഡ്രോണുകൾ അപൂർവമായ രീതിയിൽ അപ്രത്യക്ഷമായിട്ടുണ്ട് എന്നും പറയുന്നു. അത് ചൈനയും ഏകദേശം ഇറാൻ്റെ ബോർഡറിനോട് ചേർന്നിട്ട് അതിർത്തി കേന്ദ്രീകരിച്ച് ആകാശ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്രത്യക്ഷമാകുകയാണ് ചെയ്യുന്നത്. അത് നശിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീഴുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം കിട്ടുന്നില്ല. അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. ഇത് അമേരിക്കയെ സാരമായിട്ട് ബാധിച്ചിരിക്കുന്ന കാര്യമാണ്. ചെറിയ തരത്തിൽ നല്ല വലിയ തരത്തിൽ അമേരിക്ക ഇത് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അത് ഈ ചൈനയെ ആക്രമിക്കാൻ പറ്റില്ല, ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് ഉടക്കാൻ പറ്റില്ല. കാര്യം ഏത് തരത്തിലാണ് ചൈന ഇതിന് പ്രതികരിക്കുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ചൈന വല്ലാത്ത മോശമായ രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു ശത്രുവിനെ കൂടി ഉണ്ടാക്കുന്നതിൻ്റെ പ്രതിഫലനമായിരിക്കും അവർ അനുഭവിക്കുക. അതുകൊണ്ട് അമേരിക്കക്ക് ഈ കാര്യത്തിൽ വലിയ പേടിയുണ്ട്. ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ 1 പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം ആലോചിച്ച ശേഷം മാത്രമേ നിലവിലിപ്പോൾ ആ പ്രവൃത്തി അമേരിക്ക ചെയ്യുകയുള്ളൂ എന്നുള്ളിടത്തേക്ക് നിലവിലെ സാഹചര്യം എത്തിയിരിക്കുന്നു. അതൊരു നിസ്സാരമായിരിക്കുന്ന സംഭവം എന്നല്ല, അത് യഥാർത്ഥത്തിൽ വലിയൊരു സംഭവം തന്നെയാണ്. മാറ്റങ്ങളുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. കാര്യം അവർക്ക് നേരെ
ഒരു രാജ്യവും പ്രതികരിക്കില്ല എന്ന് പറഞ്ഞ കാലഘട്ടമൊക്കെ അവസാനിച്ചു. ഏത് ഞാഞ്ഞൂൽ രാജ്യം പോലും അമേരിക്കയോട് ഇപ്പോൾ പടവെട്ടാൻ തയ്യാറാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ടല്ല, വളരെ ഗൗരവപരമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ ലോകം നിരീക്ഷിക്കുന്നത് എന്ന് ചുരുക്കം.